നമസ്കാരം. മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാന ഘടകമാണ് മനുഷ്യന്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും. പക്ഷേ പഠിച്ച കാര്യങ്ങളും വായിച്ചറിഞ്ഞ അറിവുകളും വേഗത്തിൽ തന്നെ മറന്നു പോകുന്നു എന്നതാണ് നാം ഓരോരുത്തരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്. അതിന് ഒരു ഉത്തമ പരിഹാരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപാര ഓർമ്മശക്തി നേടാം, പരിശീലിക്കാം എന്ന പുസ്തകമാണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. തലച്ചോറിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഓർമ്മശക്തിയെയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനുള്ള എളുപ്പവഴികൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം. അപാര ഓർമ്മശക്തി ആർജിക്കാൻ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി പങ്കുവെക്കുന്ന അനേകം പ്രായോഗിക പാഠങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു. ഓർമ്മശക്തിയെ ഉത്തേജിപ്പിച്ച് മികവുറ്റ ഒരു മനസ്സിന് ഉടമയായി തീരാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ പുസ്തകം. വായിച്ചറിയുന്ന ഓരോ പുസ്തകത്തിൽ നിന്നും അനേകം അറിവുകൾ ലഭിക്കട്ടെ എന്നും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ BCN കോളേജ് 3ാം വർഷ ഗണിതശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ പുസ്തക അവലോകനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്ത നോവലായ ഒരു ദേശത്തിൻ്റെ കഥ എന്നതാണ്. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയേറെ വിസ്മയം തീർത്ത മറ്റൊരു നോവൽ തന്നെ ഇല്ല. അതിരണിപ്പാടം എന്ന ദേശമാണ് കഥയിലുള്ളത്. കഥ ആ ദേശത്തേക്ക് മാത്രമല്ല, മറിച്ച് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും കഥയുടെ ഗതി പോകുന്നുണ്ട്. രസകരമായ പേരുകളാണ് കഥയിലെ നോവലിൽ ഉള്ളത്. പറങ്ങോടൻ, കൂനൻവേലു, ഞണ്ട് ഗോവിന്ദൻ എന്നിവയാണ് ആ പേരുകൾ. ശ്രീധരനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം. ശൈശവം മുതൽ മധ്യവയസ്സുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ ജീവിതവുമായി ബന്ധപ്പെട്ട പലരെയും ഈ കഥയിൽ കാണാൻ സാധിക്കും. പിതാവിൻ്റെ മരണശേഷം ശ്രീധരൻ തിരിച്ചെത്തുന്നതാണ്. ഓടെയാണ് കഥ അവസാനിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരവും സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിൻ്റെ മുഖമുദ്ര മാറ്റി എഴുതിയ എഴുത്തുകാരൻ, ശക്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ നാലുകെട്ട് മലയാള സാഹിത്യത്തിൻ്റെ പുതിയ ദിശ തുറന്ന കൃതികളിൽ ഒന്നാണ്. പ്രധാന കഥാപാത്രമായ അപ്പുണ്ണിയുടെ ജീവിതയാത്രയെ പ്രമേയമാക്കിയാണ് നോവൽ എഴുതിയിരിക്കുന്നത്. കാന്തുണ്ണിയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ് അപ്പുണ്ണി. ദാരിദ്ര്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അനാഥത്വത്തിൻ്റെയും ഇടയിൽ നിന്ന് സമ്പന്നതയിലേക്ക് വളരുന്ന വ്യക്തിത്വം. ബാലനായ അപ്പുണ്ണിയിൽ നിന്ന് നോവൽ ആരംഭിക്കുന്നു. മൂത്താശിയിൽ നിന്നും തൻ്റെ അമ്മയുടെ തറവാടിനെക്കുറിച്ച് അറിയുന്ന അപ്പുണ്ണിക്ക് അവിടേക്ക് പോകുക എന്നത് മോഹമായി മാറുന്നു. നാലുവീട്ടിലെ സ്നേഹം, ഐക്യം എന്നിവയെല്ലാം അനുഭവിക്കുക എന്നത് അപ്പുണ്ണിയുടെ ബാല്യത്തിലെ തന്നെ സ്വപ്നമായി മാറുന്നു. എന്നാൽ അവിടേക്ക് പോകുമ്പോൾ അവരിൽ നിന്ന് നേരിടുന്നത് അടിച്ചമർത്തലുകളും കുറ്റപ്പെടുത്തലുകളുമാണ്. ഇവയുടെ ഇടയിൽ നിന്ന് വിദ്യാഭ്യാസത്തിലൂടെ സമ്പന്നനാകുകയാണ് അപ്പുണ്ണി. വർഷങ്ങൾക്ക് ശേഷം തകർന്നുപോയ നാലുകെട്ടിലേക്ക് എത്തുകയും ആ തകർന്ന നാലുകെട്ട് സ്വന്തമാക്കുകയും ചെയ്യുകയാണ് അപ്പുണ്ണി. തറവാട് എന്നത് ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തെയും ശുദ്ധമായ സ്നേഹബന്ധങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ അവയുടെ തകർച്ചയും നഷ്ടവുമാകുന്നു നോവലിൻ്റെ പശ്ചാത്തലം. തറവാട് വ്യവസ്ഥയുടെ തകർച്ച, വ്യക്തിജീവിതത്തിലെ മാനസിക സംഘർഷം, അമ്മയുടെ ത്യാഗം എന്നിവ നോവലിലൂടെ കാണാം. പഴയ കുടുംബരീതികൾ മാറുന്നതിനനുസരിച്ച് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. സ്നേഹമില്ലാത്ത വീടുകൾ വെറും കെട്ടിടങ്ങളാകുന്നു. ഈ വൈകാരിക ഏടുകൾ മനുഷ്യൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്നത് നോവലിലൂടെ വ്യക്തമാക്കുന്നു. ഗ്രാമീണതയുടെ മനോഹാരിതയെ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. നാലുകെട്ട് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പരിണാമഗതിയെയും സംസ്കാരപരമായ മൂല്യങ്ങളെയും തെളിയിക്കുന്ന കാവ്യാത്മക ദൃശ്യമാണ്. സമകാലിക മനുഷ്യജീവിതങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഈ നോവലിന് സാധിക്കും.